മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാത്രം സിദ്ധിക്കും. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കാറില്ല. തൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ദൈവം കൊടുക്കുന്ന പ്രത്യേകമായ ചില വിശിഷ്ട അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദൈവാലോചനയിലേക്ക് വലിയവനായ യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ദൈവസന്നിധിയിൽ ഒരാൾ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ അഹങ്കാരത്തെ തകർക്കുന്ന ശരീരഭാഷയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിൽ പരമ്പരാഗതമായിരിക്കുന്ന പല മതങ്ങളിലും അവരുടെ പ്രാർത്ഥനാ രീതികളെ അവർ ഡിസൈൻ ചെയ്യുമ്പോൾ മുട്ടിന്മേൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ഒരു നിഷ്ഠയായി തന്നെ പറയാറുണ്ട്. കാരണം ഞാൻ എല്ലാം നിയന്ത്രിക്കുന്നവനല്ല എന്നുള്ള സമ്മതത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശാരീരിക രൂപത്തെ നമ്മൾ വിലയിരുത്തുന്നത്. മനഃശാസ്ത്രപരമായി മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് ശാന്തനായി സമാധാനം അനുഭവിക്കുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയും. ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് തന്നെ നാം ചെല്ലുക എന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പേർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, കുറച്ച് പേർ ചാരിയിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ മുട്ടിന്മേൽ നിന്ന് ഭക്തിസാന്ദ്രമായി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. മനുഷ്യരാൽ ശ്രദ്ധിക്കപ്പെടുന്നത് മാത്രമല്ല, അവൻ ദൈവത്താലും ശ്രദ്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ നിങ്ങൾ ഈ ഒരു ശൈലി അവലംബിക്കുവാൻ ശ്രമിക്കുമല്ലോ. ശരീരം താഴ്മ ധരിക്കുകയാണ്, അത് ഭൂമിയോട് വളരെ അറ്റാച്ച് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ നേരം ഏറ്റവും എളിമയുടെ പാരമ്യതയിലാണ് ഒരു മനുഷ്യൻ ആയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ പോലീസുകാരുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ ആ വീഡിയോ ഫുട്ടേജുകൾക്കകത്ത് അവർ പെട്ടെന്ന് സംശയദൃഷ്ടിയിലുള്ളൊരു വ്യക്തിയെ അവർ കീഴടക്കാൻ ശ്രമിക്കുന്ന നേരത്ത് അവർ പ്രത്യേകിച്ച് ചെയ്യിക്കുന്നൊരു കാര്യമാണ് കൈപൊക്കി മുട്ടിന്മേലിരുത്തും. അങ്ങനെ മുട്ടിന്മേലിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേർക്ക് പിന്നീട് ഷൂട്ട് ചെയ്യില്ല. അല്ല എങ്കിൽ അവർക്ക് വെടിവെക്കുവാനുള്ള അധികാരം ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾ നൽകുന്നുണ്ട്. എന്നാൽ മുട്ടിന്മേലിരുന്ന് കൈ പൊക്കുന്ന ഒരാളെ എന്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത്? ഞാൻ പ്രതിരോധത്തിനില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് അത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പുറമേ ലോകത്ത് മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ബലഹീനനായിട്ട് ഭൗതിക ലോകത്ത് കാണാൻ കഴിഞ്ഞെങ്കിലും ആത്മലോകത്ത് അവൻ നിസ്സഹായനല്ല. പ്രതിരോധത്തിലാണ് എങ്കിൽ പോലും ആ വ്യക്തി മുട്ടുകുത്തുന്നത് മുതൽ അവൻ ഏത് സാഹചര്യത്തിന് മേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു, അതിന് മേൽ അയാളാണ് പിന്നെ ജേതാവ് എന്നുള്ള കാര്യമാണ് തെളിയപ്പെടുന്നത്. നിങ്ങൾ ഏത് തല പോകുന്ന വിഷയത്തിന് മുൻപിലാണെങ്കിലും ശരി, ഇന്ന് പകൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ 100% നിങ്ങളുടെ ഭാഗത്തേക്ക് കാര്യങ്ങൾ തിരിയുന്നു. നിങ്ങൾ മുട്ടുകുത്തുന്ന കാര്യത്തിന്മേൽ നിങ്ങൾ പരമാധികാരം പ്രാപിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണമായി തന്നെ അതിനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ മിടുക്കരാണെങ്കിലും നമ്മുടെ അധികാരം, പണം, മഹത്വം ഇതിനേക്കാളെല്ലാം നമ്മൾ എളിയവരാണ് എന്നുള്ളൊരു ബോധം ദൈവസന്നിധിയിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ മുട്ടിന്മേൽ നിൽക്കുന്നത്. എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ദൈവത്തിൻ്റെ സഹായം കൂടുതലായിട്ട് വേണം എന്നുള്ള നിലയിലൊരു ഹംബിൾനെസ് ജീവിതത്തിലുണ്ടാകുമ്പോൾ, ഒരു സ്വയം തിരിച്ചറിവും അതിലൂടെ ചേരുമ്പോഴാണ് നമ്മൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത്. പലപ്പോഴും ആത്മീയ അഹന്തകൾ വ്യക്തികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ ഒരു ചിന്ത പലർക്കും ഉണ്ടാകും. എന്നാൽ അവിടെയൊക്കെയും കർത്താവേ, ഞാൻ വെറും നിസ്സഹായനാണ്, അങ്ങ് നിരൂപിച്ചാലേ എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് സഹായം ലഭിക്കുകയുള്ളൂ, അങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള നിലയിൽ പറയാതെ പറയുന്നൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് മനുഷ്യരുടെ ഇത്തരം പ്രവൃത്തികളെ, സമീപനങ്ങളെ വിലയിരുത്താൻ കഴിയും. എല്ലാ സംസ്കാരങ്ങളിലും മുട്ടിന്മേൽ നിൽക്കുക എന്ന് പറയുന്നത് ആദരവിൻ്റെയും ശ്രേഷ്ഠമായ ബഹുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ യുദ്ധഭാവത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒരു സ്വീകരണ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ അത് കാരണമായി തീരാറുണ്ട്. ആയോധന കലകൾ പഠിപ്പിക്കുന്ന പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ളതായ നാൾവഴികളിൽ ഒരു ബെൽറ്റിൽ നിന്ന് അടുത്തൊരു ബെൽറ്റിലേക്ക് ഒരു വ്യക്തി മാർഷൽ ആർട്സിലൊക്കെ പ്രവേശനം നേടുന്ന നേരത്ത് അവർ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു പതിവുണ്ട്. മുഴങ്കാലിലാണ് ഇരിക്കാറുള്ളത്. ആ മുട്ടിന്മേൽ ഇരിക്കുമ്പോൾ സംഭായി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ, അദ്ദേഹം വന്നാണ് അരയിൽ ആ ബെൽറ്റ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ താൻ പരിശീലിച്ചു വന്നിരിക്കുന്ന ഒരു
ഗ്രേഡിൽ നിന്നും അടുത്തൊരു ഗ്രേഡിലേക്ക് തനിക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ എത്ര സമർത്ഥനായ അഭ്യാസിയും തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ മുട്ടുമേലിരുന്ന് തൻ്റെ ആ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി വിധേയപ്പെട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അരയിൽ ആ ബെൽറ്റ് കെട്ടി ലഭിക്കുമ്പോൾ അതൊരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. തൻ്റെ ഗുരുവിൽ നിന്ന് തൻ്റെ അരയ്ക്ക് അടുത്ത ഒരു ബെൽറ്റ് കെട്ടിത്തരിക എന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ കിട്ടുന്ന ഒരു വളർച്ചയുടെ ഭാഗമാണ്. പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവസന്നിധി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിനും അവൻ്റെ ആത്മീക യുദ്ധമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് പുതിയ ആയുധങ്ങൾ ധരിപ്പിക്കുകയാണ്. എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന് യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ആമേൻ. പലപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മാനസിക വിമോചനത്തിൻ്റെ ഭാഗമാണ്. അകത്തുള്ള ഒരുപാട് സ്ട്രെസ് ആ സമയം കുറഞ്ഞു പോകും. നമുക്ക് അല്പം കൂടെ നമ്മുടെ ശരീരം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി നിർത്തുവാൻ ആ ശരീരഭാഷ നമ്മളെ സഹായിക്കും. മറ്റു കാര്യങ്ങളിലൊക്കെ പതറിപ്പോകുന്ന നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഏത് കാര്യത്തിലേക്ക് ആശ്രയം വെച്ച് ദൈവം മുമ്പാകെ കടന്നു ചെല്ലുന്നു ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ ശ്രദ്ധ ചെലുത്തി പ്രാർത്ഥിക്കുവാൻ അത് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നിയന്ത്രണ പരിധികൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും അവിടുത്തെ സഹായത്താൽ മാത്രമേ എനിക്കത് ലഭിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള പൊതുവായ കുറേ ധാരണകൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവവചനത്തിൽ ആദിയോടൊന്നും മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന വേളകളിൽ അവർക്ക് അപ്പോഴൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് അവർ മുട്ടുകുത്തിയത് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ 7ഓളം സാഹചര്യത്തിലാണത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ 7 സന്ദർഭങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വലിയ മാറ്റങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് തയ്യാറായവരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അത് ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായിട്ടും അംഗീകരിക്കലാണ്. അപ്പോൾ കർത്താവിൻ്റെ ഗ്ലോറിയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ പോയി മുട്ടുമേൽ നിൽക്കുമ്പോൾ ഇത്ര ഉന്നതനായൊരു ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച എൻ്റെ ജീവിതം എത്ര ധന്യമാണ്, ഇത്ര മഹാനായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് ഒരാളുടെ ഉള്ളിൽ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിൽക്കുമ്പോൾ ആ വ്യക്തിയെ ഭരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പരസ്യമായി അംഗീകരിക്കുവാനുള്ള ഏറ്റവും നല്ല ബോഡി ലാംഗ്വേജാണ് മുട്ടുമേൽ നിൽക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് പരിപൂർണമായ സമർപ്പണമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, ഒന്നും ഞാൻ മാറ്റി വെക്കുന്നില്ല, പൂർണ്ണമായും അവിടുത്തെ തിരുഹിതത്തിനായിട്ട് ഞാൻ എന്നെ വെച്ച് തരുന്നു എന്നുള്ളതായ ഒരു തലത്തിലേക്കാണ് നമ്മളങ്ങനെ മുട്ടുമേൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു കാര്യം അറിയാവോ? പണ്ട് കാലങ്ങളിലൊക്കെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അപ്പം അത് സാമ്രാജ്യങ്ങളിലാണെങ്കിലും രാജ്യങ്ങളിലാണെങ്കിലും ഈ ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും സിംഹാസനത്തിന് മുൻപിലേക്ക് ചെന്നിട്ട് ബഹുമാന പുരസ്കരം മുട്ടുമേൽ നിൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ എന്തിനാണ് മുട്ടുമേൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് അവരുടെ പദവിയോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ ആ മജസ്റ്റിയെ അംഗീകരിക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് തന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുട്ടുമേൽ നിൽക്കുന്നത്. അതുകൂടാതെ ശ്രേഷ്ഠരായ ആത്മീക ആചാര്യന്മാരുടെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് അവരുടെ കൈകളിലെ ബ്ലെസ്സിങ് വാങ്ങുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ തന്നെ പ്രാർത്ഥിച്ചയക്കുമ്പോൾ ഒരു പുതിയ ഉദ്യമത്തിന് വേണ്ടി പോകുന്നവർ നമ്മൾ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ ഒരു മുട്ടുമേൽ നിൽക്കാറുണ്ട്. 2 വിജയങ്ങൾക്ക് വേണ്ടിയുള്ളതായി പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, മൂന്നാമതായിട്ട് പുതിയ സംരംഭങ്ങൾ കുടുംബ ജീവിതങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ, അപ്പോൾ 4 അഭിഷേകത്തിൻ്റെ പകർച്ച കൊടുത്ത് പുതിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ നിയോഗിക്കുമ്പോൾ, നമ്മളിങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ മുട്ടുമേലാണ് ആ സമയം അത് പ്രാർത്ഥന സ്വീകരിക്കുന്ന വ്യക്തികൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു അനോയിൻറ്റിങ് പ്രയറുകളൊക്കെ നടക്കുന്നൊരു ടൈമിൽ മുട്ടുമേൽ നിൽക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഒരു പ്രയറിലൂടെ ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കംപ്ലീറ്റ്ലി ക്യാച്ച് ചെയ്യാനുള്ള ഒന്നുപോലും ഒട്ടും ചോർന്നു പോകാതെ പൂർണ്ണമായിട്ടും അത് എന്നിൽ തന്നെ ടാപ്പ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള കറക്റ്റ് പൊസിഷനാണത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇനിയും ആഴത്തിലുള്ള വേദനകൾ പലപ്പോഴും ഹൃദയത്തിലുണ്ടാകുമ്പോൾ, എനിക്കെൻ്റെ സാധാരണ നിലയിൽ അത് പ്രാർത്ഥിച്ചിട്ട് പരിഹരിക്കാൻ വരുന്നില്ല എന്നുള്ളതായ നിലയിലാകുമ്പോൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ മനഃശാന്തിക്കും സാഹചര്യത്തിനുമേൽ ജയമെടുക്കുന്നതിനും കാരണമായി തീരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധസമാനമായ ചില പ്രാർത്ഥനാ പോരാട്ടങ്ങൾ ദൈവജനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച പല ദൈവഭക്തന്മാരുടെയും വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് യേശുവിൻ്റെയും എല്ലാം ജീവിതത്തിൽ അവരുടെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചവരായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അഞ്ചാമതായിട്ട് മനുഷ്യരാണ് നമ്മളെല്ലാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പിഴവുകളും പോരായ്മകളും വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അനുതപിച്ച് ദൈവമുമ്പാകെ മടങ്ങി വരിക എന്നുള്ളത് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ അനുതാപത്തോടുകൂടെ മടങ്ങി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവമുമ്പാകെ മുട്ടിന്മേൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയും പ്രത്യേകമായി ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകണം, അല്ലെങ്കിൽ എനിക്കൊരു വിഷയത്തിനകത്ത് ഇടിച്ച് കയറേണ്ടതായിട്ടുണ്ടെന്ന് വെച്ചു. അപ്പം ദൂരെ ഒരാൾ മരണത്തോട് മല്ലടിക്കുന്നു, അപ്പം അല്ലെങ്കിൽ ഒരു പ്രത്യേക അപകടാവസ്ഥയ്ക്കകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം. അങ്ങനെ വരുന്ന മേജർ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത്, ഞങ്ങൾ മുട്ടുമേൽ നിൽക്കും. കാരണം ബൈബിളിൽ അങ്ങനെയുള്ള അടയാളങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾക്കകത്ത് നിലവിലുള്ളതിനേക്കാൾ അതീതമായിരിക്കുന്ന ഇടപെടൽ നടത്തേണ്ടി വരുമ്പോൾ നമ്മൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അടുത്തത്, അത്ഭുതകരമായ പ്രതീക്ഷകൾ നമുക്ക് ദൈവസന്നിധിയിലുള്ളപ്പോൾ, അതായത് ഇപ്പോൾ ഒരു മിറാക്കിൾ നടക്കണം, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് മിറാക്കിൾ നടക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചെയ്യുന്ന കാര്യം മറ്റൊന്നും നോക്കാതെ എവിടെയാണോ അവിടെ അങ്ങ് മുട്ടുമേൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പലയിടങ്ങളിൽ വീട് പണി മുടങ്ങി കിടക്കുന്നവർ, സ്ഥാപനങ്ങൾ തുടങ്ങി പൂട്ടിപ്പോയവർ, എത്ര പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാത്ത കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി ഇടങ്ങളിൽ ആൾക്കാർ എന്നെ പ്രാർത്ഥിക്കാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരുപാട് പ്രതീക്ഷയോടെ വിളിക്കുന്ന വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ അവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകണം. നമ്മൾ ചെല്ലുമ്പം അത് ഒരു വലിയൊരു ദൈവിക ഇടപെടലിന് കാരണമായെന്നുള്ള സാക്ഷ്യം അവരുടെ ഭാഗത്തു നമുക്ക് കേൾക്കണം. അതെൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, ഞാൻ അവിടെ ചെന്നിട്ട് അവരുടെ സാഹചര്യം എത്ര ദുസ്സഹമാണെങ്കിലും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. കരങ്ങളെ വിരിച്ചു പിടിച്ച് മുട്ടുമേൽ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കും. കാരണം എനിക്കറിയാം അതിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണെന്ന്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഞാൻ ഏതെല്ലാം ഇടങ്ങളിൽ പോയി അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ച് ആർക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടോ അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അച്ചട്ടായിട്ട് ഉള്ള കാര്യമാണ്, എനിക്കറിയാം അതിനകത്ത് മാറ്റമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 6 കാര്യങ്ങൾ, അവസാനമായിട്ട് ഇതൊരു ആരാധനയാണ്. അപ്പോൾ മുട്ടുമേൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. അപ്പോൾ ആ പരിശുദ്ധമായ നാമത്തെ ആരാധിക്കുവാനുള്ള മാർഗമാണ് മുട്ടുമേൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവവചനത്തിൽ ശലോമോൻ രാജാവിനെ സംബന്ധിച്ച്, അദ്ദേഹം വലിയൊരു രാജാവായിരുന്നെങ്കിൽ കൂടിയും ദേവാലയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് അദ്ദേഹം മുട്ടുമേൽ നിന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിലും 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 54-ാം വാക്യത്തിലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ശലോമോൻ ദേവാലയം സമർപ്പിക്കുന്ന ആ നേരത്ത് മുഴുവൻ ജനങ്ങളുടെ മുൻപാകെയാണ് അദ്ദേഹം മുട്ടുകുത്തി ആകാശത്തിലേക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ രാജാവാണ്, എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തിനോട് നിരൂപിക്കാം. അല്ലെങ്കിൽ പുരോഹിതന്മാരുണ്ടല്ലോ, അവർ പ്രാർത്ഥിക്കട്ടെ എന്ന് വേണേൽ വെക്കാം. പക്ഷെ താൻ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയം എന്തുവാ സംഭവിച്ചത്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. അപ്പോൾ എത്ര ഉന്നതനായിരുന്നു ആ രാജാവ്, ആലോചിച്ച് നോക്കി. ഭൂമിയിലെ ഏറ്റവും ധനികൻ, ഏറ്റവും ജ്ഞാനി, ഏറ്റവും സുന്ദരൻ, പുരാതന ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഖ്യാതിയുള്ള രാജാവ്. ആരെങ്കിലും കണ്ടാൽ, ഒരു മാത്രം നേരം കണ്ടാൽ പോലും ആരുടെയും ഹൃദയത്തിനകത്ത് ഇടം പിടിക്കത്തക്ക നിലയിൽ സർവമഹിമ വിഭൂഷിതനായി നിൽക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ദാവീദിൻ്റെ പുത്രൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുഴുവൻ മഹിമയിലും പദവിയിലും താൻ നിൽക്കുന്ന സമയത്താണ് താൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അത് പ്രതിഷ്ഠിക്കുന്ന സമയം മുട്ടിന്മേൽ നിന്ന് കരമുയർത്തി ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ദൈവവചനത്തിൽ അതുപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രാജാവായിരുന്നിട്ട് കൂടി ശലോമോൻ മുട്ടുകുത്തി. കാരണം ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴും താഴ്മയിലാണ്. നമ്മളത് മനസ്സിലാക്കണം. ദൈവവചനം നമ്മളോട്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു. അഹങ്കാരങ്ങളെ ദൈവത്തിന് അറിയാം. അപ്പം നമ്മൾ എത്രത്തോളം ഹമ്പിളായിട്ട്, എത്രത്തോളം താഴ്മയോടെ ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട് കർത്താവേ അങ്ങാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുട്ടുമേൽ നിന്നുകൊണ്ടൊരു കാര്യം ദൈവത്തോട് പറയുമ്പോൾ ആ കാര്യത്തിന് മേൽ സ്വർഗം തീർപ്പ് കൽപ്പിക്കും. അത് നാളെയല്ല, അത് ആ സമയം തന്നെയാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ സെമിനാരി പഠന കാലഘട്ടത്തിൽ ലൈബ്രറിയിൽ ഒരു ബുക്കുണ്ടായിരുന്നു, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ. അപ്പം ഈ ബുക്ക് കയ്യിലെടുത്ത് അതിൻ്റെ പുറംചട്ടം മറിച്ച് ഈ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് നോക്കുന്ന നേരത്ത് ആ എഴുത്തുകാരൻ്റെ പേര് അതിനകത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്തെ പേജുകൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു വാക്ക് എഴുതിയിരിക്കുന്നു, ദൈവസന്നിധിയിലെ താഴ്മ നിമിത്തം പേര് വെളിപ്പെടുത്താനാകാത്ത, ആഗ്രഹിക്കാത്ത ഒരാൾ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കരങ്ങളിൽ ഇതെന്തെങ്കിലും എത്തുമ്പോൾ നിങ്ങളും എന്നെപ്പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വം നിങ്ങൾ അറിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അന്ന് നിങ്ങൾ ദൈവം മുമ്പാകെ മുട്ടുകുത്തി തുടങ്ങുമ്പോൾ നിങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അടുത്ത അധ്യായം നിങ്ങളുടെ ജീവിതം കൊണ്ട് എഴുതുന്നത്. മനോഹരമായിരിക്കുന്ന ആ ഗ്രന്ഥം വായിച്ച് ഒരു രാത്രി കൊണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. പിന്നീട് കുറേ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് തന്നെ ആ പുസ്തകത്തിൽ ഓരോ വാക്കും വേട്ടയാടാൻ തുടങ്ങി. കാരണം
എനിക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ ആയിപ്പോയി. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു ഭയം എന്നെ വല്ലാതെ വേട്ടയാടി. ആ ദിവസങ്ങളെല്ലാം ഞാൻ മുട്ടിന്മേൽ തന്നെയായിരുന്നു. എൻ്റെ കാൽ മുട്ടുകളുടെ മേൽ വലിയൊരു തഴമുണ്ടായി. അന്നു മുതൽ തുടങ്ങിയൊരു ശീലമാണ്. അത് ഇന്നുവരെ ഉപേക്ഷിച്ചിട്ടില്ല. വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന ഒരു നേരത്ത് ആ കോളേജിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി ചെല്ലും. അവിടെ നിന്നുകൊണ്ട് ആ പരുക്കൻ തറയിൽ മുട്ടുകുത്തി നിന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ എനിക്ക് കൃപാവരങ്ങൾ വേണം, കർത്താവേ എനിക്ക് ശുശ്രൂഷ വേണം, കർത്താവേ എൻ്റെ ജീവിതം തകർന്നതാണ്, നീ എന്നെ ഉദ്ധരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനകളൊക്കെ അതിന് മറുപടികളാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് ഞാൻ മഹത്വവും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഇന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ എസ്രാ എന്ന് പറയുന്ന മഹാനായിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ദൈവമനുഷ്യനുണ്ട്. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീകമായ വീഴ്ച കണ്ടപ്പോൾ എസ്രാ ശാസ്ത്രി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ്. ഒരു ജനതയുടെ വീഴ്ച കണ്ടപ്പോൾ, പാപം കണ്ടപ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ തെറ്റിപ്പോകുന്നതോ, നിങ്ങളുടെ മകൾ തെറ്റിപ്പോകുന്നതോ, നിങ്ങളുടെ ജീവിത പങ്കാളി തെറ്റിപ്പോകുന്നതോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കോപിക്കാൻ കഴിയുമായിരിക്കും, ശാഠ്യം പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് മുട്ടിന്മേൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കലഹിച്ച് മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾ നിങ്ങളുടെ വീടിനകത്തൊരു കാഴ്ചയാണെങ്കിൽ നശിച്ചു പോകുന്ന ആ മനുഷ്യനെ ഓർത്ത് ദൈവമുമ്പാകെ മുട്ടിന്മേൽ നിന്ന് കരയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾ കരയുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിനകത്തൊരു മാറ്റം വരുത്തും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ എസ്രാ ശാസ്ത്രികളെ പോലെയൊക്കെയുള്ള ഈ മഹാനായിരിക്കുന്ന ദൈവദാസന് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന ആത്മിക നേതൃത്വം ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ ജനതയ്ക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ്. എൻ്റെ ദൈവമക്കൾക്ക് വേണ്ടി ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠമായി തീരുകയുള്ളൂ. കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് മുട്ടിന്മേൽ നിൽക്കണമെന്ന് ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വന്തം പാപത്തിന് വേണ്ടി മാത്രമല്ല, തൻ്റെ ജനത്തിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കൂടെ എസ്രാ ദൈവസേനയെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് കാണുന്നത് നെഹമ്യാവിൻ്റെയും എസ്തേറിൻ്റെയൊക്കെ ഗ്രന്ഥത്തിൽ ഇസ്രായേലിൻ്റെ അഭിവൃദ്ധിയുടെ കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആരാധന ആലയം സെരൂബാബേലിൻ്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെടുന്ന സന്തോഷകരമായ ദൃശ്യമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഒരു ദൈവമനുഷ്യൻ എവിടെയെങ്കിലും മുട്ടുകുത്തുന്നെങ്കിൽ ആ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അപ്പുറത്ത് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന പുതിയൊരു അധ്യായം നമ്മൾ കാണും. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ വളരെ ശക്തമായി തന്നെ പറയട്ടെ, നിങ്ങൾ എവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു അതിനപ്പുറത്ത് ഒരു പുതിയ ചാപ്റ്റർ ദൈവമായിരിക്കും എഴുതാൻ പോകുന്നത്. ദൈവവചനത്തിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനാണ് ദാനിയേൽ. രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു ദാനിയേൽ അറിഞ്ഞ ദിവസം ദാനിയേൽ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നൊരു ശീലം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദാനിയേൽ രാജാവിൻ്റെ ഉത്തരവിനെ അവഗണിച്ച് ദിവസത്തിൽ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടെ താൻ പതിവായി ചെയ്തു വരാറുള്ളത് പോലെ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദാനിയേൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ല മുട്ടുകുത്തിയത്. ദാനിയേലിനെ ദാനിയേലാക്കിയത് അടിമനാട്ടിലും ഒരടിമയായി മുടിഞ്ഞു പോകാതെ രാജാക്കന്മാർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ശ്രേഷ്ഠ ജ്ഞാനിയായി ദാനിയേൽ എന്ന മനുഷ്യനെ വലിയ പ്രവാചകനാക്കി തീർത്തത് മുട്ടിന്മേൽ നിന്നുള്ള തൻ്റെ പ്രാർത്ഥനയും ദൈവവചനത്തോടുള്ള തൻ്റെ ദാഹവുമായിരുന്നുവെന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നിങ്ങൾ എത്രമാത്രം തകർച്ചയുടെ വക്കിലാണെങ്കിൽ പോലും, എതിരിൻ്റെ വക്കിലാണെങ്കിൽ പോലും, രാജാക്കന്മാരുടെ അധികാരങ്ങളെ തിരുത്തി എഴുതുന്ന, സിംഹങ്ങളുടെ വായെ അടച്ചു കളയുന്ന, തീച്ചൂളകളുടെ ബലങ്ങളെ കെടുത്തിക്കളയുന്ന, ദൈവത്തിൻ്റെ ബലം അക്ഷരാർത്ഥത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗത്തിൽ ദൈവം നേരിട്ട് ഇറങ്ങി പ്രത്യക്ഷപ്പെട്ട് വിടുതൽ ചെയ്തിട്ട് പോകുന്ന കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ എത്ര മാരകമായ വിഷയത്തിൻ്റെ മുമ്പിലാണ് എന്നെ കേൾക്കുന്നതെങ്കിലും നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു നോക്കിക്കേ, നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിച്ചിട്ടേ ഒരു സാധാരണ പ്രാർത്ഥനയുമായി ഇരിക്കുന്നവൻ്റെ കാര്യത്തിനകത്ത് ദൈവദൂതന്മാരെ ഇടപെടുകയുള്ളൂ. അത്രത്തോളം പവർഫുള്ളാണ് ഈ സ്പിരിച്വൽ വെപ്പൺ. നിങ്ങളിത് യൂസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിതൊരു ഭയങ്കരമായ വിടുതലായി തീരട്ടെ. ആമേൻ. സിംഹക്കുഴിയിൽ ദാനിയേൽ ജയിച്ചത് കേവലം ഒരു ദിവസത്തെ വിശ്വാസം കൊണ്ടല്ല. ഞാൻ അതെടുത്തു പറയും, വർഷങ്ങളായിട്ടുള്ള തൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ്. ആമേൻ. വർഷങ്ങൾ കൊണ്ടുള്ള വർഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ അമ്മയായിരിക്കും തന്നെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം പഠിപ്പിച്ചത്. ആ കുഞ്ഞുനാൾ മുതൽ താൻ അനുവർത്തിച്ചു വന്ന തൻ്റെ ആ വലിയ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ് സിംഹത്തിന് വാചലിപ്പിക്കാൻ കഴിയാത്ത ഗതിയിലായി പോയത്. ഒറ്റ നിമിഷത്തെ വിശ്വാസമല്ല, ഒരു ജീവിതകാലം മുറുകെ പിടിച്ച പ്രാർത്ഥനയുടെ ഫലമാണ് സിംഹങ്ങളുടെ വായെ പൂട്ടിക്കളയുന്ന വിശ്വാസമായി ആ സിംഹക്കുഴിയിൽ ദാനിയേലിൻ്റെ മേൽ ഇറങ്ങി വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമുമ്പാകെ ഇന്നു മുതൽ നിങ്ങൾ ഈ ശീലം ആരംഭിക്കുമ്പോൾ അത് വലിയൊരു മാറ്റമായി മാറുകയാണ്. ഹല്ലേലൂയ.
ദൈവവചനത്തിൽ ഏറ്റവും കൂടുതൽ വിലപിച്ചു, അവൾ ഏറ്റവും കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഹന്ന എന്ന് പറയുന്ന ദൈവദാസിയെക്കുറിച്ചാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ളതായ വചനങ്ങൾ കണ്ണ് നിറഞ്ഞല്ലാതെ ഒരു മനുഷ്യനും വായിച്ചു തീർക്കാൻ കഴിയില്ല. വന്ധ്യതയും അപമാനവും കാരണം ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞ് തളർന്നു. ആ ദേവാലയത്തിലുണ്ടായിരുന്ന പുരോഹിതൻ അവൾ മദ്യപിച്ചു വന്നിരിക്കുന്ന സ്ത്രീയാണെന്നാണ് ഗ്രഹിച്ചത്. ചില പ്രാർത്ഥനകൾ മുട്ടിമേൽ നിന്ന് കണ്ണുനീരോടെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വാക്കുകളല്ലാത്ത കിട്ടണമെന്നില്ല. പക്ഷേ ആ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ച ഹന്ന കരഞ്ഞ് ദൈവസന്നിധിയിലോട്ടിട്ട വാക്കുകൾ അവളുടെ ഉദരത്തിൽ തന്നെ തിരിച്ചു വന്നു. അത് ശമൂവേൽ എന്ന് പറയുന്ന വലിയൊരു പ്രവാചകൻ്റെ രൂപത്തിലാണ് വന്നത്. ഹന്ന ശമൂവേൽ പ്രവാചകൻ്റെ അമ്മയായി. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ മുട്ടിമേൽ നിന്ന ഈ ഹന്നയുടെ പുത്രൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ രാജാക്കന്മാരെല്ലാം മുട്ടിമേൽ നിന്നു. ഇന്ന് മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നൊരു പ്രാർത്ഥന ദൈവം അത് ഏറ്റെടുത്തപ്പോൾ ആ മുട്ടുകുത്തിയ സ്ത്രീയുടെ മുമ്പിൽ രാജാക്കന്മാർ പോലും അവരുടെ മകൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന നിലയിൽ ഹന്നയുടെ പ്രാർത്ഥനയെ കൈക്കൊണ്ടൊരു ദൈവം. നിങ്ങളോട് ഞാനിന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ പറയട്ടെ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരു ചെറിയ കാര്യമല്ല, അതൊരു ഭയങ്കര ശക്തിയാണ്. വിശുദ്ധ ബൈബിളിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച ശക്തനായ അടുത്ത വ്യക്തി വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് യേശു മെശിഹയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങളിലും ഇബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും നമ്മളത് കാണുന്നുണ്ട്. യേശുവിൻ്റെ ആ ഒരു മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന ഗെത്സമന തോട്ടത്തിലാണ് നടന്നത്. കാൽവറി ക്രൂശിന് മുൻപുള്ളതായ രാത്രിയിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ചോര വിയർപ്പ് പോലെ താഴേക്കൊഴുകി. അപ്പോൾ ഏറ്റവും വലിയ ആത്മീക യുദ്ധങ്ങൾ വിജയിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നത് നമ്മളെ കാണിച്ചത് യേശുവാണ്. ലോകത്ത് യേശുവിനെ പോലൊരു അഭിഷക്തൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇന്ന് ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും ശക്തനായിരിക്കുന്ന ആത്മീയൻ്റെ കർത്താവായ യേശുവാണ്. യേശുവിൻ്റെ സ്പിരിച്വൽ ഗ്രേഡിനോട് കിടപിടിക്കാൻ ഭാഗത്തിൽ ആരും ഇനി വരത്തില്ല. ഒരിക്കലും അത് സങ്കല്പിക്കാൻ പോലും പറ്റത്തുമില്ല. അത്രത്തോളം അതുല്യനും ശ്രേഷ്ഠനുമാണ് നമ്മുടെ കർത്താവായ യേശു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നേരങ്ങളിൽ യേശു മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഗെത്സമനയില്ലാതെ കാൽവറിയിൽ വിജയമില്ല. സാത്താൻ്റെ തല കർത്താവ് തകർത്തത് ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെയാണ്. കാൽവറിയിൽ ജയം ആഘോഷിക്കുകയായിരുന്നു. ഏദനിൽ ആദാമിനെ വഞ്ചിച്ച സർപ്പത്തിൻ്റെ തല ഗെത്സമന എന്ന് പറഞ്ഞ അടുത്ത തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു ശരിപ്പെടുത്തി കളഞ്ഞു. തകർക്കപ്പെട്ട ദുഷ്ട സാമ്രാജ്യത്തിൻ്റെ മേലുള്ള യേശുവിൻ്റെ ജയോത്സവമാണ് കാൽവറി ക്രൂശിൽ നടന്നത്. യേശുവിൻ്റെ ഈ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നത് എത്രമാത്രം ഗൗരവം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനുണ്ട് എന്നതാണ്. ദൈവമക്കളെ, ദൈവസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്തെഫാനോസ്. ക്രൗൺ, കിരീടമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏറുകൊണ്ട് മരണപ്പെടുകയാണ് സ്തെഫാനോസ്. കല്ലേറുകൊണ്ടാണ് ആ ദൈവദാസൻ മരിക്കുന്നത്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ വാക്യത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ കല്ലേറ് കൊണ്ട് മരിക്കുവാൻ തുടങ്ങുമ്പോൾ സ്തെഫാനോസ് മുട്ടുകുത്തി, കർത്താവേ, ഇവരൊക്കെ ഈ പാപം നിർത്തരുതേ, ഇവരോട് നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതായത് ഏറ്റവും പക്വതയുള്ള, ഏറ്റവും മെച്യൂർഡായിട്ടുള്ള ഒരാത്മീയൻ്റെ ലക്ഷണമാണ് മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന. കർത്താവിൻ്റെ കൂടെ ഏറ്റവും പ്രധാനിയായി നടന്ന ശിഷ്യനാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇതിൽ ഈ യോഹന്നാനെയാണ് ഹെരോദാവ് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നത്. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒട്ടകത്തിൻ്റെ മുട്ടുപോലെ മുട്ടുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. കാരണം തൻ്റെ പ്രാർത്ഥനാ ജീവിതം അത്രമേൽ ശക്തമായിരുന്നു. ദൈവസന്നിധിയിൽ അതുപോലെ മുട്ടിന്മേൽ നിന്ന് തഴമ്പ് സമ്പാദിച്ചൊരു വ്യക്തിയായിരുന്നു. നോക്കുക, ആദിമസഭയിലെ വിശ്വാസ വീരന്മാരുടെ ശരീരം നമ്മളോടൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ കാൽമുട്ടുകൾ
ദൈവസന്നിധിയിൽ ഉറച്ചതാണ്. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ സ്തെഫാനോസിനെ പോലെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആദ്യം കയറി ചെന്ന വിശുദ്ധ യാക്കോബിനെയും വിശുദ്ധ സ്തെഫാനോസിനെയും പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തബീത എന്ന് പറയുന്നൊരു പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുകയാണ്. അവളെ ഉയർപ്പിക്കുവാൻ വേണ്ടി ഒരു ദേവദാസൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പത്രോസ് എന്നാണ്. ഒരു മൃതശരീരം ജീവിക്കണം, അതാണ് ആ ദേവദാസൻ്റെ മുമ്പിലുള്ളതായ ശുശ്രൂഷ. അദ്ദേഹം ചെയ്തൊരു കാര്യം, ആ മുറിയിൽ നിൽക്കുന്നവരെല്ലാം വെളിയിലിറക്കി അവളെ കിടത്തിരിക്കുന്ന കട്ടിലിൻ്റെ അരികിൽ വന്നിട്ട് തിരിഞ്ഞു താൻ മുട്ടിന്മേൽ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മുട്ടിന്മേൽ നിന്നങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന പത്രോസ് ഒറ്റ കാര്യമാണ് ചെയ്യുന്നത്, തബീതയുടെ കൈക്ക് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കുക. മരിച്ചു കിടക്കുന്ന മൃതശരീരം ജീവനുള്ള പെൺകുട്ടിയായിട്ട് എഴുന്നേറ്റ് വന്നു. മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന സിംഹത്തിൻ്റെ വായടയ്ക്കും, സ്വർഗത്തെ തുറക്കും, മരിച്ചതിനെ ജീവിപ്പിക്കും. രാജാക്കന്മാർ അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ സന്തതിയുടെ മുമ്പിൽ വന്ന് മുട്ടിന്മേൽ നിൽക്കും. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വചനത്തിൽ പൗലോസ് ശ്ലീഹ മുട്ടിന്മേൽ നിന്ന് തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എഫേസോസിലുള്ള ദൈവഭക്തന്മാർ ശക്തരായി തീരാൻ വേണ്ടി ദൈവത്തിൻ്റെ മുഴുവൻ സഭയ്ക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവമനുഷ്യനാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. ദൈവത്തിൻ്റെ മക്കളെ, അപ്പോസ്തല പ്രവൃത്തി 20:36 വരുമ്പോൾ പൗലോസ് വിട വാങ്ങി പോകുന്ന നേരത്ത് 21:5 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസികളുടെ ഒപ്പം പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതായത് പൗലോസ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന സഭകൾക്കെല്ലാം വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിച്ച ഒരു സ്പിരിച്വൽ ട്രെയിനിങ് ആയിരുന്നു മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. പൗലോസിനെ പോലെ ആ സഭകളും ആ വിശ്വാസികളും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒരു രൂപത്തിന് മുമ്പിലല്ല, ഒരു വിഗ്രഹത്തിന് മുമ്പിലല്ല, മറ്റൊന്നിന് മുമ്പിലല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുക. നിന്റെ മുമ്പിൽ നിന്റെ യജമാനൻ ഇറങ്ങി വരും. ആമേൻ. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏലിയാവിനെ നമുക്കറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. വരൾച്ച അവസാനിക്കുവാൻ തുടങ്ങുമ്പോൾ ഏലിയാവ് നിലത്ത് മുട്ടുകൾക്കിടയിൽ തല കുനിച്ചു വെച്ച് പ്രാർത്ഥിച്ച ദൈവദാസനാണ്. ആമേൻ. ആത്മീകമായ വലിയ ഫലങ്ങളുണ്ടാകുന്നത് സ്ഥിരതയുള്ള പ്രാർത്ഥനകളിൽ നിന്നാണ്. മഴ ആകാശത്തല്ല ഉണ്ടായത്, ഏലിയാവിൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ തല വെച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മഴമേഘം ഉണ്ടായത്. മഴ പെയ്തത് ആകാശത്തല്ല, മഴ പെയ്തത് ഏലിയാവിൻ്റെ പ്രാർത്ഥനാ നേരത്താണ്. സാഹചര്യങ്ങൾ എവിടെ ഉണ്ടാക്കപ്പെടുന്നു, അവസ്ഥകൾ എങ്ങനെ മാറുന്നു, സിറ്റുവേഷൻസ് എങ്ങനെ ചേഞ്ച് ആകുന്നു, ദൈവവും പാകെ മുട്ടുകുത്തുന്ന മനുഷ്യർ ഉണ്ടായി വരുമ്പോഴാണ്. അവിടെ മാത്രമാണ് കാര്യങ്ങൾ വരുന്നത്. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, യേശുവിൻ്റെ നാമത്തിങ്കൽ സകല മുട്ടുകളും മടങ്ങും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തുവാൻ തയ്യാറാവുക. 2 ദിനവൃത്താന്തം 7:14 നമ്മൾ കാണുന്നത്, എൻ്റെ ജനം തന്നെത്താൻ താഴ്ത്തിയാൽ ദേശത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിയുന്ന കർത്താവിൻ്റെ നിലപാട് തമ്പുരാൻ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ സമർപ്പണത്തിൻ്റെയും വിനയത്തിൻ്റെയും ആരാധനയുടെയും സ്വയം താഴ്ത്തുന്നതിൻ്റെയും സ്പിരിച്വൽ ഗ്രേഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയും അനുസരണത്തിൻ്റെയും എല്ലാം ഭാഗമായി നമുക്കും ഇന്നു മുതൽ ദൈവഭാഗം മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഞങ്ങളുടെ കർത്താവേ, നല്ല ശീലങ്ങളിലേക്ക്, ഞങ്ങളുടെ ശരീരം മെരുങ്ങി വരുന്ന ഈ ആത്മീക പക്വതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളിപ്പോൾ ഒരു കാര്യം അറിയുന്നു, ശക്തരെന്ന് ഞങ്ങൾ കരുതിയവരുടെ എല്ലാം പുറകിലെ രഹസ്യം ഇതായിരുന്നു. വലിയവരെന്ന നിലയിൽ ഞങ്ങൾ കണ്ട ദൈവഭക്തന്മാരുടെ എല്ലാം പുറകിലെ സ്പിരിച്വൽ സീക്രട്ട് ഇതായിരുന്നു. അവരെല്ലാം അങ്ങയുടെ മുൻപാകെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശീലം പരിശീലിച്ചവർ മാത്രമായിരുന്നു. അതിലുപരി അവരുടെ യാതൊരു റെമഡികളുമില്ലായിരുന്നു, ഒരു ടെക്നിക്സും ഇല്ലായിരുന്നു. കർത്താവെ, അവരുടെ എല്ലാം സ്പിരിച്വൽ പവറിൻ്റെ കീ അങ്ങയുടെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നു എന്നതായിരുന്നു. രാത്രി പുലരുവോളം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് കാലിൻ്റെ തൊടയുടെ ഞരമ്പുളുക്കുവോളം ദൈവസന്നിധിയിൽ നിലവിളിച്ച ഒരാളെക്കുറിച്ച് ഹോശേയ ഞങ്ങളോട് പറയുന്നു. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവൻ്റെ യാക്കോബ് എന്ന പേരിനെ അങ്ങ് ഇസ്രായേൽ എന്നാക്കി. വർദ്ധിതമായ അനുഗ്രഹങ്ങളോടെ, വർദ്ധിതമായ അഭിഷേകത്തോടുകൂടെ
വർദ്ധിതമായ ദൈവശക്തിയോടുകൂടെ ഇന്ന് എന്നെ കേൾക്കുന്ന അനേകർ ഈ നിയോഗം ഏറ്റെടുക്കട്ടെ. 10,000-കണക്കിന് മനുഷ്യർ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഈ ശുശ്രൂഷ ഇന്ന് പകൽ എൻ്റെ കർത്താവ് ഒരു കാരണമാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാ ദാനങ്ങളും എല്ലാവരുടെയും പേർക്ക് അങ്ങ് എഴുതിയിരിക്കുന്നതുമല്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവർക്ക് വേണ്ടി മാത്രമായി എൻ്റെ കർത്താവ് ചിലത് ഡിസേർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഇവരുടെ മേൽ അലോട്ട് ചെയ്തിരിക്കുന്നതാണ്. മുട്ടുകുത്തുന്നവർക്ക് വേണ്ടി മാത്രം തമ്പുരാൻ അത് പേരെഴുതി മാറ്റി വച്ചിരിക്കുന്നതാണ്. അത് പ്രാപിക്കാൻ ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്നവനെ കൊണ്ട് പറ്റത്തില്ല. അത് പ്രാപിക്കാൻ ഏറ്റവും നന്നായി പാടുന്നവനെ കൊണ്ട് പറ്റത്തില്ല. അത് പ്രാപിക്കാൻ ഏറ്റവും നന്നായി സംസാരിക്കുന്നവനെ കൊണ്ട് പറ്റത്തില്ല. അത് പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ ഏറ്റവും നന്നായി മുട്ടുകുത്തുന്നവനെ കൊണ്ട് മാത്രം സാധിക്കും. ഈ വെളിപ്പാടുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഇനി നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങയോടുള്ള ദാഹവും തീഷ്ണതയും വലുതാക്കണമേ. കർത്താവേ, അങ്ങയോടുള്ളതായ ഭക്തിയിൽ ഞങ്ങൾ മുതിർന്നു വരുവാൻ ഞങ്ങളെ ഇനിയും സഹായിക്കണമേ. അങ്ങയോടുള്ളതായ സ്നേഹത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിയാതെ ഭക്തിയാദരങ്ങളോട് അങ്ങയെ മാത്രം സേവിക്കുന്ന തീഷ്ണമായ ആത്മിക സ്വഭാവത്തിലേക്ക് കർത്താവെ ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഇന്ന് പകൽ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിക്കുന്ന സകലർക്കും അങ്ങ് മതിയായവനായി ഒരാവശ്യങ്ങളുടെ മേലിറങ്ങി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, ദൈവപ്രവൃത്തികൾ അവസാനിച്ചിട്ടില്ല, അതിന്നും തുടരുന്നു. തിരുമുമ്പാകെ മുട്ടുകുത്തുന്നവർ എന്നതിൻ്റെ അനുഭവോക്താക്കളായി മാറും. കർത്താവിൻ്റെ കൃപ അങ്ങയുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ സന്ദേശം നിങ്ങളൊരു1000 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വീഡിയോസ് പലതും മില്യൺസ് ഓഫ് വ്യൂസ് ദൈവകൃപയാൽ എത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നും തകർന്നും ഇരിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല സഹായം അവരെ ദൈവസേനയിൽ മുട്ടുകുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. പങ്കുവെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.